കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചില ആൾക്ക് സംശയം ഉണ്ടാവും. പ്രസൻസിനെ കുറിച്ച് സംശയം ഉണ്ടായപ്പോഴും ഉടമ്പടി എടുത്ത്, പക്ഷേ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവും. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും. ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ചിലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ഇന്നർ കൂൾനെസ് അങ്ങോട്ട് വരും. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഭയങ്കര പ്രശ്നത്തിലായിരിക്കും വരണത്, പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ വാഗ്ദാന പേടകത്തിൽ കൊണ്ടുവന്ന് കരാറ് ഉടമ്പടി പ്രമാണം നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഇന്നർ കൂൾനെസ് അവർ ഫീൽ ചെയ്യും. 2 സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട്, ഒറ്റ ദിവസം ഉണ്ടായിരുന്നതാണ്. ഒരു ആന്തരികമായ ഒരു തണുപ്പ്, എന്നിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആന്തരിക ബോധ്യം ആരോ ഉള്ളിലിരുന്ന് പറയണ പോലെ. അത് അത്ര സാക്ഷ്യങ്ങൾ ഉടമ്പടിക്ക് മാത്രമേ ഉള്ളൂ. ആരോ ഉള്ളിൽ നിന്ന് പറയുന്നു, ആരോ നമ്മുടെ കൂടെ വരുന്നുവെന്ന് തോന്നണം, ആരോ നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നണം. അങ്ങനെ പ്രസൻസ് ഫീലിംഗ്. ചില സമയത്ത് ചിലർക്ക് ഇതുപോലെ ഒരു സംശയം വരും, ഓ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ, അതല്ല എൻ്റെ കയ്യിരിപ്പ് എനിക്കറിയാമല്ല. അങ്ങനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അനുതാപം ഉണ്ടായാൽ മതി. നിങ്ങളുടെ കയ്യിരിപ്പ് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ശപിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായാൽ മതി. കാര്യം അത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ അപ്പം അഭിഷേകം ഉണ്ടാവും. ഉടമ്പടി ഒരു സത്യത്തിൻ്റെ ആരാധനയാണ്. കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ സമരക്കാര്യത്തിൽ പറയത്തില്ലേ, ആത്മാവിനും സത്യത്തിലും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 4 ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 4:23. യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പോൾ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയാണ്. എന്താണ്? ആത്മാവിലും സത്യത്തിലും. ആത്മാവിലെന്ന് പറയണത് എന്താ? ആത്മാവിൽ ആരാധിക്കുക. അപ്പോൾ നിങ്ങളവർക്ക് ഇങ്ങനെ കലകുല സ്വസ്ഥർക്കം മസ്തർക്കം ക്രിസ്തർക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാഷാപര പ്രാർത്ഥന ചെല്ലുന്നതാണ്. അല്ല, അങ്ങനെയല്ല. ആത്മാവിൽ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ലൂക്ക 8:26 എടുത്തേ, റോമ 8:26 എടുത്തേ, ശ്രുതികട ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ നീ വിശുദ്ധിയുള്ള ആളാണെങ്കിൽ, നീ നീതിയുള്ള ആളാണെങ്കിൽ യഥാർത്ഥ മധ്യസ്ഥൻ രംഗത്ത് വരും നിനക്ക് വേണ്ടി. ആരാണത്? പരിശുദ്ധാത്മാവ്. നിൻ്റെ ആരാധന വിശുദ്ധിയുള്ളതാണെങ്കിൽ, നിൻ്റെ നീതിയുള്ളതാണെങ്കിൽ അതിനെ സത്യത്തിൻ്റെ ആരാധന എന്ന് പറയും. അങ്ങനെ നീ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥ മധ്യസ്ഥൻ വരും. മധ്യസ്ഥൻ എന്താ ചെയ്യണത്? മധ്യസ്ഥനെക്കുറിച്ച് എന്താ പറയുക? മധ്യസ്ഥൻ്റെ റോൾ എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രൈസലാ പറഞ്ഞേ. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അവാച്യമായ നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാചകമൊന്നുമില്ലാത്ത ഒരു ഫീലിംഗ് മതി നമുക്ക്, ഒരു വികാരം മതി. വിശുദ്ധിയും നീതിയും ഉള്ളവർക്ക് ഒരു ചിന്ത മതി, ഒരു ആഗ്രഹം. ദൈവമേ അത് ശരിയായില്ലല്ലോ എന്ന് നാക്കുകൊണ്ടെടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു ടൈം കഴിഞ്ഞാൽ നാക്കിന് വലിയ പ്രാധാന്യം പ്രാർത്ഥനയും ഇല്ലാണ്ട് വരും. അതാണ് അവാച്യം, വാക്കുകളില്ല എന്നർത്ഥം. അപ്പം നാക്കിൻ്റെ റോള് കുറയും. ഒരു ഓർമ്മ മതി, ഒരു ചിന്ത, ഒരു ആഗ്രഹം ഉള്ളിൽ വന്നാൽ മതി. നീ വിശുദ്ധിയിലും നീതിയിലുമൊക്കെ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, നീ ദൈവ പൈതരായി കഴിയുമ്പോൾ, ദൈവമേ എന്ത് ചെയ്യും, ഡെപ്റ്റി നമ്മളോട് വരുന്നല്ലോ, ആരോട് ചോദിക്കാനാണെന്ന് നീ ഇങ്ങനെ ചിന്തിച്ചാൽ മതി.
നിൻ്റെ വിളിപ്പുറത്ത് അതിൻ്റെ സമാധാനവുമായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രശ്നം. ഉടമ്പടി ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ഇപ്പം നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഉടമ്പടി ഇന്ന് ലഭ്യമായ ഏറ്റവും ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രയർ പ്രോജക്റ്റാണ് ശരിക്കും. അതിൻ്റെ അത് വെട്ടിക്കെട്ട് പോലെ. കാര്യം നിങ്ങളുടെ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കണ്ടിട്ടില്ലേ? ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് എൻ്റെ ഒരു കണക്കൂടലാണെങ്കിൽ ശതമാനം കുറവാണ്. ദാറ്റ് മീൻസ് ജനങ്ങൾ ആ ഉടമ്പടിയുടെ മുഴുവനും അരൂപിയിലല്ല ജീവിക്കണത്. ഇതൊരെന്തോ ഒരു ഫങ്ഷൻ പോലെ ആരോ പറഞ്ഞ് കേട്ടിട്ട് എന്തോ വന്ന് കാണിച്ച് അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ശതമാനത്തിൽ കുറച്ച് വരണത്. സാക്ഷ്യങ്ങൾ പറയണതെല്ലാം വെടിക്കെട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. എന്നാ സാക്ഷിയാണ്? മേരി തൃശ്ശൂർ അവർ വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എണ്ണി ഒരു പ്രശ്നങ്ങൾ പറയാനുണ്ട്. ഒരു ഇംഗ്ലൻ ടീച്ചറാണെന്ന് തോന്നാം, റിട്ടയർഡാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇൻഡാസ് വന്നിരിക്കുകയാണ്. എന്നാ ഇൻഡാസ്? 2 കൊല്ലത്ത് ഇൻകം ടാക്സിൻ്റെ അടക്ക റെമിറ്റ് ചെയ്യാനുണ്ട് 4 കൊല്ലത്ത്. അപ്പോൾ അതൊരു 4 കൊല്ലം. അപ്പോൾ ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്നാണ് പറയണത്. ഇൻകം ടാക്സിനെ പറ്റിച്ചു എന്ന് അവർക്കെങ്ങാനും തോന്നിയാൽ പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ കത്ത് കൊടുക്കാനോ അപേക്ഷ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആദ്യം പൈസ അടക്കാൻ പറയുക, ദെൻ കംപ്ലൈൻ്റ് എന്ന് പറയും. കാര്യം അവരൊത്തിരി സ്ക്രൂട്ടണി ചെയ്തിട്ടാണ് നമുക്ക് അപേക്ഷ വിടുന്നത്. ഇപ്പം ടീച്ചറ് പൈസ നല്ല ഭീമമായ എമൗണ്ട് ഉണ്ട്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുത്തിട്ട് ടീച്ചറിൻ്റെ വേറെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാര്യം ടീച്ചറിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. ഫ്രണ്ടിനെ വയറൊക്കെ വീർത്തിങ്ങനെ മെത്തി ഫ്ലൂയിഡെല്ലാം കിടന്നിട്ട്, അതായത് അങ്ങനെ ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. അത് കണ്ടാൽ പേടിച്ചു പോകും. അപ്പോൾ അവർക്ക് 4 ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ ഈ ടീച്ചർക്ക് എന്നിട്ട് ഉടമ്പടി തൈലം അവിടെ വയറയിൽ പെരട്ടും. അവർ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുക. പുറത്തവിടെ ബന്ധുക്കളിരിപ്പുണ്ട് ICUവിൻ്റെ പുറത്ത്. അവർ പുറത്തിറങ്ങിയിട്ട് ഈ കാശ് രൂപ, ഉടമ്പടി കാശ് രൂപ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ കിടപ്പ് കണ്ടിട്ട് ബോധമില്ലാതെ നിവൃത്തിയില്ലാതെ ഇന്ന് രാത്രി മരിക്കുമെന്ന രീതി കിടക്കണം കണ്ടിട്ട് ഈ കാശ് രൂപം ബ്ലൗസിൽ കുത്തി കൊടുക്കും. അവരെല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും, പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവരെ കേട്ടതും കേൾക്കാത്ത പോലെ ഇരിക്കും. കാര്യം എന്താ വെച്ചാൽ അവർ സൂറായിക്കാരാണ്. സിറിയൻ കാത്തലിക്സ് അല്ല, അത് കാത്തലിക്സാണ്. ഇത് തൃശ്ശൂരുള്ളൊരു പ്രത്യേക സഭയാണ്. അപ്പോൾ അവർക്ക് മാതാവില്ല. അപ്പോൾ മാതാവിൻ്റെ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവത്തില്ല. അതാണ് പ്രശ്നം. ടീച്ചറാണെങ്കിൽ മാർത്തവുമായ കാത്തലിക്കല്ല. പക്ഷെ ടീച്ചർ ഉടമ്പടിയിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആളാണ്. അതാണ് പറയുന്നത്. ഈ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ഇത് ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക? അതിന് കാത്തലിക്സ് ആണോ എന്ന് ഒരു നിർബന്ധമില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഉടമ്പടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ടേ ആവും. അതുകൊണ്ട് ടീച്ചർ ഇത് കുത്തിയിട്ട് പുറത്ത് പോകുന്നിട്ട് ഇവരോട് പറയും. ഇവരെ കേട്ടതും കേൾക്കാത്തതും പോലെ ഇരിക്കുന്ന സമയത്ത് ഈ ബോലം കെട്ട് കിടന്ന ഈ വയറിങ്ങനെ വീർത്ത് മെത്തി ഫ്ലൂയിഡ് അടിച്ചിരിക്കുന്ന ആ രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് വരും, ആരും ചോദിക്കാതെ. ICU നിറയ്ക്കാതെ. എന്നിട്ട് പറയും ഒന്നും സംഭവിക്കാതെ. ഈ കുത്തിയ കാര്യം കാശിനും കുത്തിയ കാര്യമോ ഉടമ്പടി തരം വയറും തെച്ച കാര്യം അവർക്കറിയത്തില്ല. അവർ വന്ന് ബന്ധുക്കൾ പറയും, നമുക്ക് കടയിൽ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അവർ പോയി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കും. 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കും അവർ. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ഫ്ലൂയിഡെല്ലാം വയറ്റിൽ നിന്ന് പോകും. ഡോക്ടർ വന്ന് എടുത്ത് കളയും. അപ്പോഴങ്ങനെ വന്നാൽ അത് ഹീലാവും. അപ്പം അങ്ങനെ ഒരു അടയാളം ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇൻകം ടാക്സ് വരണത്. ഇൻകം ടാക്സിൻ്റെ ഓഫീസിൽ ചെല്ലും ടീച്ചർ. ഓഫീസിൽ പറയുമ്പോൾ ഇത് ഓഫീസർ പറയും. അപ്പം ഇവിടെ ആദ്യം അച്ഛനെ കാണാൻ വരും. അച്ഛനെ കാണാൻ വരുമ്പോൾ ഈ ടീച്ചർ ഈ ഇൻകം ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ 2 മീറ്റർ 3 മീറ്റർ കിട്ടണത്. അതായത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
ലാസ്റ്റ് ആ വിഷയം മാതാവിൻ്റെ മധ്യസ്ഥയിൽ കേട്ട് യേശുനാമത്തിൽ കൈവച്ച് കൊടുക്കുന്ന ശുശ്രൂഷ മാത്രമേ ഇവിടെ ഉള്ളൂ. അത്രയും മതി, കാര്യങ്ങൾ നടക്കാൻ അത് മതി. അല്ലാതെ ഈ 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ കുളകുളാൻ സംസാരിച്ച് ഞാൻ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. കാര്യം നിങ്ങൾ സംസാരിക്കേണ്ടതല്ല ഇവിടെ. ആ വിഷയം എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. ഇതൊക്കെ ഓൺലൈനിൽ എപ്പോഴും പ്രെയർ ചെയ്തിട്ടിരിക്കുന്ന വിഷയമാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടുമുട്ടുക, തലയിലൊന്ന് കൈവെക്കുക, അത്രേ അവിടെ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് അറിയാൻ പാലാത്ത ഒരു ഉടമ്പടിയിൽ അത്ര സജീവമല്ലാത്ത ആൾക്കാരാണ് വാകുളശ്ശേരികളെപ്പോലെ ഇവിടെ കിടന്ന് കണാകുണാക്കി സംസാരിക്കുന്നത്. ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഉടമ്പടി ഉഴപ്പിയ കേസാണെന്ന് മനസ്സിലാവും. ഉടമ്പടിയെക്കുറിച്ച് ബുദ്ധിബോധമില്ലാത്ത വർഗ്ഗമാണ് കിടന്നുകൊണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഓഫീസിൽ നിന്ന് എനിക്ക് കറക്റ്റ് എൻ്റെ ഷോട്ട് തന്നിട്ടുണ്ട്. ആ സാധനം വർക്കൗട്ട് ചെയ്യും മര്യാദക്ക് നിന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. പക്ഷേ ഈ എല്ലാവരും പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാവും ശരിക്കും. കാര്യം ഈ 10-21 ലക്ഷം ആൾക്കാരുടെ വിഷയങ്ങൾ കേട്ടത് കാരണം വാ പൊളിക്കുമ്പോൾ തന്നെ ഇതാണ് വിഷയമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇൻകം ടാക്സിൽ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും റെമിറ്റൻസ് വന്നു എന്നുള്ളത് ഇവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഇവരങ്ങനെ ചതിക്കുന്ന ആളല്ല, ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന ആളല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഇത്രയും അരിയർ വന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ ഇൻകം ടാക്സ് പേപ്പർ വെക്കും. ഇൻകം ടാക്സ് പേപ്പർ വെക്കുമ്പോൾ മാതാവ് എന്നോടൊരു കാര്യം പറയും. എനിക്ക് ആ മേഖല അറിയാൻ പാലാത്തതാണ്, ഓഡിറ്റിംഗ് മേഖല അറിയാൻ പാലാത്തതാണ്. മാതാവ് എന്ന് വന്നിട്ട് ഇവിടെ തലയെ കൈവച്ച് കഴിയുമ്പോൾ TN എന്നും പറഞ്ഞ് ഈശോ എഴുതി കാണിക്കും, TN. അപ്പോൾ ഞാൻ ടീച്ചറെ എന്താണെന്ന് അറിയാൻ പാടില്ല, TN എന്നും പറഞ്ഞ് എഴുതി കാണിക്കണമെന്ന് പറഞ്ഞു. ടീച്ചറിന് മനസ്സിലായില്ലേ TN എന്താണെന്ന്? ഇപ്പം ഞാൻ പറഞ്ഞ് ഈ TN എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് TN എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. വിജയകുമാർ സാർ വാങ്ങിച്ചു തന്നതായിരുന്നു കാറ്. അവിടെ വിജയകുമാർ സാറിൻ്റെ കാർ എനിക്ക് തന്നതാണ്. അത് TN രജിസ്ട്രേഷൻ, തമിഴ്നാടാണ്. അപ്പം ഞാൻ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ എന്ന് ഞാൻ മാത്രം ചോദിച്ചു. കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ, സബ്ജക്റ്റ് വൈസ് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇൻകം ടാക്സ് ഓഫീസിൽ ടീച്ചർ ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞ് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നിങ്ങളെ കണ്ടാൽ ഗവൺമെൻറ്റിനെ ചതിച്ചതായിട്ട് തോന്നത്തില്ല, പക്ഷേ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല, പൈസ അടക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കേസിലേക്ക് പോവുകയാണ്. കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പലിശയുടെ പലിശയും എല്ലാം കൂടി പണിയാവും. അപ്പോൾ ഒന്നും ചെയ്യാം. അപ്പോൾ ഈ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഉടമ്പടിയിൽ നല്ല വിശ്വാസമാണ്. ഇപ്പോൾ ഈ ഓഫീസർ ഇവിടെ തള്ളിക്കളയുമ്പോൾ ഇവർ ന്യൂട്രായിട്ട് പതറത്തില്ല. അവിടെ വെച്ച് പതുക്കെ ഉടമ്പടി ഉപ്പെടുത്തിട്ട് സാറിൻ്റെ മേശപ്പുറത്തിടും. വിശ്വാസത്തിന് വിശ്വാസ പ്രമാണം ചെല്ലും. നമ്മളെ എല്ലാവരും ഈ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷനിൽ റീസൺസ് ഒന്നുമില്ല. റീസൺ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബുദ്ധിയല്ല, വിശ്വസിക്കുന്നു എന്നുള്ളതാണ് റീസൺ. അതിൻ്റെ യുക്തി എന്താണ്? വിശ്വാസത്തിൻ്റെ യുക്തി എന്താണ്? ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ യുക്തി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിന് വേറെ സെക്കുലർ യുക്തിയില്ല. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിൽ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, അതാണ് എൻ്റെ യുക്തി. ആ വിശ്വാസത്തിന് യുക്തിയാണുള്ളത്. ടീച്ചറ് ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് മേശയുടെ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ മേശത്തായിട്ട്. കാരണം ഉടമ്പടി ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. എന്താ അർത്ഥം? ഉപ്പ് ഉടമ്പടിയുടെ അടയാളമാണ്, ഉടമപ്പെടുത്തലാണ്. ബൈബിളിൽ ഉപ്പിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ആ സ്ഥലം ഇനിയുള്ള സംസാരങ്ങൾ SP ആയാലും പട്ടാളമായാലും പോലീസായാലും പ്രധാനമന്ത്രി ആയാലും ഇനിയുള്ള സംസാരങ്ങൾ ദൈവത്തിന് ഉടമപ്പെടുത്തുന്നു. നീ വിഷയം പൂർണ്ണമായിട്ട് ടേക്കപ്പ് ചെയ്യുന്നു ദൈവം. അത് ഇവിടെ ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ രാജ്യവും ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ ആധിപത്യം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വെയർ ഗോഡ് റെയിൻസ്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചത് സത്യമാണ്. ഈ സത്യങ്ങളെല്ലാം പ്രായോഗിക സത്യങ്ങളാണ്. എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ രാമരാജ്യമുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷേ അതല്ല ദൈവരാജ്യം. വാട്ട് ഈസ് ദൈവരാജ്യം? ഈശോ ദൈവരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്? ബെസ്ലിയ തോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അത് നിന്നിൽ തന്നെയാണ്. അതെന്താണ്? കിങ്ഡം ഓഫ് ഗോഡ് വേർ ഗോഡ് റെയിൻസ്. എവിടെയാണോ ദൈവ അധികാരം നടപ്പിലാക്കുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത്, അതാണ് ദൈവരാജ്യം. നമ്മളെ ഉപ്പിട്ടിട്ട് പറഞ്ഞത് എന്താണ്? ദൈ കിങ്ഡം കം എന്നാണ് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ നാമം
പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഭരണത്തിൻ്റെ കീഴിലാകണമേ. ഇനി സാത്താനോ മനുഷ്യനോ ഇവിടെ ഭരിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്നു നീയാണ് ദൈവമെന്ന്. അതുകൊണ്ട് നിൻ്റെ രാജ്യം ഈ ഇൻകം ടാക്സ് ഓഫീസിൽ നിറവേറണം എന്ന് പറഞ്ഞ് ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിശ്വാസ പ്രമാണം ചൊല്ലാം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ്, യേശു അധികാരിയാണ്, യേശു രാജാവാണ് എന്ന് ഞാൻ യേശുവിൻ്റെ ആധിപത്യത്തിന് ഞാൻ എൻ്റെ ഈവൻസുകൾ ഞാൻ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും. അതാ വിശ്വാസ പ്രമാണം. യേശു കർത്താവാണെന്ന് റോമ 8:10 9:10 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മരിച്ചവരിൽ നിന്ന് എന്താ നമ്മൾ വിശ്വസിക്കണത്? ഒന്ന് എന്താ പറഞ്ഞത്? യേശു കർത്താവാണ്. പറഞ്ഞേ, യേശു കർത്താവാണ്. നമ്മൾ വിശ്വസിക്കണത് എന്താണ്? ഒത്തിരി വാരിക്കെട്ടൊന്നും വിശ്വസിക്കണില്ല. എന്താണ്? യേശു കർത്താവാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെയും വരാനിരിക്കുന്ന ലോകത്തിൻ്റെയും കർത്താവാണ്, ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 11:25. യോഹന്നാൻ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം മരണം എന്ന് പറഞ്ഞാൽ പോലും വിശ്വാസമുണ്ടെങ്കിൽ ജീവനുണ്ടാകും. ചത്തുപോയ സംഭവമായിരിക്കും. മനസ്സിലായില്ലേ? ചത്തുപോയ സംഭവമായിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് വന്ന് ഇവരുടെ സമാധാനം ചത്തുപോയി ഇല്ലേ? ജപ്തി നടപടി വന്ന് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച വന്നുപോയി, ചത്തുപോയ സംഭവമാണ്. പക്ഷേ ഇതിനെ ജീവിപ്പിക്കാനുള്ള ഒറ്റ സിംഗിൾ ഫോർമുലയേ ഉള്ളൂ. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ. പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഏത് തരത്തിൽ മരിച്ചു പോയാലും ജീവിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ശരീരത്തിൽ മരിച്ചാൽ പോലും, കാരണം ഞാൻ അമ്മയെ കണ്ടില്ലേ, അമ്മ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആളാണല്ലോ. അമ്മ 2000 കൊല്ലം മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് നിങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആളല്ലേ. ആ ആളിനല്ലേ ഞാൻ പുറകിൽ സമയഘടികാരം ചാർത്തി കണ്ടത്. അപ്പം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം നിത്യജീവൻ എന്നുള്ള വിഷയമാണ് യേശുവിലേക്ക് നമ്മളെ മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതെന്താ നമ്മളിതെങ്ങനെയാണ് ഒരു സിമ്പിൾ ആൻഡ് സിംഗിൾ ഓപ്പറേഷനിലൂടെയാണ് ഈ ആക്ടിവേഷൻ നടക്കുന്നത്. റോമ 10:9 എന്താണ്? യേശു കർത്താവാണ്. പറഞ്ഞേ, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചതുപോലെ അവനെ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തെയും ഈ സകല സാഹചര്യങ്ങളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിലാണ് ഞാൻ ഈ ആക്ടിവേഷൻ നടന്നത്, ഈ സാൾട്ട് ആക്ടിവേഷൻ നടക്കുന്നത്. അവരെ ഉപ്പ് താഴെയിട്ട് തരി 2-3 തരി ഇട്ട് കാണത്തുള്ളേ. അല്ല നിങ്ങളെപ്പോലെ ചാക്ക് പോലെ ഇവിടെ കുഴഞ്ഞിട്ടൊന്നുമില്ലേ. 2 തരി വിശ്വാസത്തിന് 2 തരി മതി. 2 തരി ഇട്ടിട്ട് വിശ്വാസം പ്രഖ്യാപിക്കും. ആ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ ഉയർത്തുന്നേക്കും. അതെങ്ങനെ ഉയർത്തുന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഓഫീസറുടെ മൈൻഡ് സെറ്റ് മാറും. ഓഫീസർ പറയും നിങ്ങളുടെ ടാൻ നമ്പർ ഇങ്ങോട്ട് തരാൻ പറയും. കണ്ട TN പറഞ്ഞ കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഇൻകം ടാക്സ് അറിയാൻ പാടില്ലാതെ ഉള്ളു, എല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാൾ. TN പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഉടനെ ടീച്ചർ ഇൻകം ടാക്സിൻ്റെ ഇവിടെ ടാൻ നമ്പർ കൊടുക്കും. ടാൻ നമ്പർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 4 കൊല്ലമായിട്ട് ഇവരെക്കുറിച്ച് യാതൊരുവിധ അരിയർ ഇവർക്ക് കടം, അതായത് ടാക്സ് അടക്കാനുണ്ട് എന്നുള്ള യാതൊരുവിധ എൻട്രിയും മെയിൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു വിഷയമില്ല. ഇത് തെറ്റി വന്നിരിക്കുന്ന സാധനമാണെന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ ഇടപെടാതിരുന്നെങ്കിൽ ഈ പൈസ മൊത്തം അടച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറയും. ഇത് ഇവിടെ ചെന്ന് അവസാനിക്കാത്ത കേസാണത്. നമ്മളിൽ നിന്ന് എന്താ മനസ്സിലാക്കണത്? എല്ലാത്തിനും പോംവഴിയുണ്ട്. പക്ഷെ ആ ഉടമ്പടി എടുക്കാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ ചെന്ന് വരുമ്പോഴാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദരവേദനയുള്ളവരെ, ചിലപ്പോൾ ഗർഭനാളുകൾ സിസ്റ്റുള്ളവർ, പാൻക്രിയാസിൻ്റെ രോഗികൾ, പിസ്റ്റില രോഗികൾ, കിഡ്നി രോഗികൾ എല്ലാവരും ഉദരത്തിലെ അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ കൈകൾ വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. അർശസ് രോഗികൾ, അൾസർ രോഗികൾ, മഹോദര രോഗികൾ, എല്ലാം ഉദര സംബന്ധമായ എല്ലാ രോഗമുള്ളവർ, നമ്മുടെ വയറിൻ്റെ യഥാസ്ഥാനങ്ങളിൽ കൈവച്ചുകൊണ്ട്, ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. രോഗത്തിൻ്റെ യഥാസ്ഥാനങ്ങൾ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയെ നടന്ന 10,000 ആരാധന ശക്തിയ ഈ അൾത്താറയിൽ നിന്ന് ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഈ ആരാധനയിലൂടെ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം ഹരിയേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലിവർ രോഗമുള്ളവരെ നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അത് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ശ്വാസകോശ രോഗികളെ പതിരയിൽ കൈവയ്ക്കുക. ഹൃദയരോഗമുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കുക. തൈറോയ്ഡ് രോഗികളെ, ടോൺസൈറ്റ് രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ പിൻകഴുത്തും തൊണ്ടയിലുമായി കൈവയ്ക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലട്ടെ, മറ്റുള്ളവർ സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. മറ്റുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവെ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉപവാസ സൽപ്രവൃത്തി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ
മാരക രോഗങ്ങൾ ഈ നിമിഷം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ആരാധന മഹത്വം മഹത്വം ഒരുമിച്ച് പാടുക. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ ഉടനെ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. സ്രാവരോഗമുള്ളവരെ, രക്തസ്രാവമുള്ളവർ, അടിവയറ്റിൽ അർശസ് ഉള്ളവർ, അടിവയറ്റിൽ സ്രാവരോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരുണ്ട്. അവരൊക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിൽ സിസ്റ്റുള്ളവർ, ബ്രെയിനിലെ രക്തം കട്ട പിടിച്ചവർ, ബ്ലോക്ക് ചെയ്തവർ, എപ്പോഴും നിർത്താത്ത തലവേദനയും ചെന്നി കുത്തുന്ന പോലെ തലവേദനയുള്ളവർ, തലയുടെ ചൂട് കൊണ്ട് മുടി കൊഴിയുന്നവർ, അവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അവന് മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ, യൂറിയയുടെ അസുഖമുള്ളവരെല്ലാവരും അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവേദനക്കാരെ, ഡിസ്കിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉള്ളവരെ, കിഡ്നി രോഗികളെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ, ലക്ഷക്കണക്കിന് പേര് ഉടമ്പടി എടുത്തുപോയവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ, തീരാവ്യാധികളെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ ഉടനെ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്തനത്തിലെ സിസ്റ്റുള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസറുള്ളവർ, ശരീരത്തിലും മുഴകളുള്ളവർ അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിൽ എവിടെയെല്ലാമാണ് മുഴ ഉള്ളത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തലനീറിറക്കക്കാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രഷർ കൂടുന്നവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവരെല്ലാവരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗ ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ സർവാംഗം രോഗികളുണ്ട്. അവർ സ്വസ്തികയിൽ കൈനെഞ്ചത്ത് പിണച്ച് വെച്ച് പൂർണ്ണമായ ശരീരം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റുള്ളവർ സ്തുതിക്കട്ടെ, മറ്റുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ, ഇവിടുന്ന് മനുഷ്യരെ ഉടമ്പടി ചെയ്തു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ യേശുനാമത്തിലെ പൂർണ്ണമായി വിട്ടുമാറട്ടെ. സ്തുതിക്കട്ടെ.
സുഖമായി എൻ്റെ ഉള്ളം